നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ബജറ്റിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ നാളെ നിയമസഭയിൽ പ്രത്യേക പ്രമേയം അവതരിപ്പിക്കാൻ സർക്കാർ. മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിക്കും. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളി തത്സമയം ചേരുന്നുണ്ട്. മേഘ്ന, നമുക്കറിയാം ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം എന്താണ് കേരളത്തിന് ലഭിച്ചത് എന്നുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ എന്താണ് സംസ്ഥാനത്തിന്റെ തീരുമാനം? അമൃത, ബജറ്റ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലെ കേന്ദ്ര അവഗണനയാണ് നാളെ നിയമസഭയിൽ പ്രമേയമായി അവതരിപ്പിക്കാൻ സർക്കാരിന്റെ ഒരു തീരുമാനം വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബജറ്റ് തന്നെയാണ്. അതിൽ വിവിധ വിഷയങ്ങളിൽ സർക്കാർ ഒരു പ്രതിഷേധവുമായി ഒക്കെ മുന്നോട്ട് പോവുകയാണ്. സഭയിലും ആ പ്രതിഷേധം കണ്ടതാണ്. അതിന് മുന്നോടിയായാണ് ഇനിയൊരു പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാവുകയും ചെയ്യുന്നത്. മുഖ്യമന്ത്രി ആയിരിക്കും പ്രമേയ അവതാരകനായി ഉണ്ടാവുക. കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് കേന്ദ്രത്തോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. ചട്ടം 118 പ്രകാരമാണ് ഔദ്യോഗിക പ്രമേയം കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ആദ്യം ചോദ്യോത്തരവേളയും അതുപോലെ തന്നെ ശ്രദ്ധ ക്ഷണിക്കലും റിപ്പോർട്ട് സമർപ്പണത്തിനും ശേഷമായിരിക്കും ഗവൺമെന്റ് പ്രമേയം അവതരിപ്പിക്കുന്നുണ്ടാവുക. അതിൽ വിവിധ വിഷയങ്ങൾ യൂണിയൻ ഗവൺമെന്റ് കേരളത്തോട് സ്വീകരിച്ചു വരുന്ന കടുത്ത അവഗണന അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഈ പ്രമേയത്തിലൂടെ സർക്കാരും മുഖ്യമന്ത്രിയും ഒരു ആവശ്യമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. മേഘ്ന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്ത് നിന്ന് നീക്കം ചെയ്യില്ല എന്ന് വ്യക്തമാക്കി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് അലി ഷംഖാനിയാണ് നിലപാട് വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം തുടരുന്നതിനിടെ വെള്ളിയാഴ്ച ഇസ്താംബുളിൽ അമേരിക്കയുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കാനിരിക്കെയാണ് ഈ പ്രഖ്യാപനം. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മെറിൻ, ഒരു സമവായത്തിന് തങ്ങൾ ഒരുക്കമല്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ ഇറാൻ? അമൃത, യുറേനിയം സമ്പുഷ്ടീകരണത്തെ ചൊല്ലി തന്നെയാണ്, അല്ലെങ്കിൽ ആണവ വിഷയങ്ങളിൽ തന്നെയാണ് എല്ലായ്പ്പോഴും ഇറാനും അമേരിക്കയും തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ബന്ധം വഷളായിരിക്കുന്നതും. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇറാൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ ഉപദേഷ്ടാവായിട്ടുള്ള അലി ഷംഖാനിയാണ് ഇത്തരത്തിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്തിന്റെ പുറത്തേക്ക് അല്ലെങ്കിൽ ഇറാനിൽ നിന്നും മാറ്റാനാകില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ സമ്പുഷ്ടീകരണത്തിന്റെ അളവ് കുറയ്ക്കാം, എന്നാൽ ഇതിൽ നിന്നും നീക്കം ചെയ്യാനാകില്ല, രാജ്യത്തു നിന്നും നീക്കം ചെയ്യാനാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് വെള്ളിയാഴ്ച നിർണായക ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. നിരന്തരം റീജിയണൽ രാജ്യങ്ങളായിട്ടുള്ള ഒമാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ ശ്രമഫലമായിട്ടാണ് ഈ ഒരു ചർച്ചകൾ നടക്കാൻ പോകുന്നത്. അത് ഇസ്താംബൂളിലാണ് ഈ ചർച്ച നടക്കാൻ പോകുന്നത്. ഈ ചർച്ചയ്ക്ക് ഇപ്പോൾ നേരത്തെ ഇറാനെ അമേരിക്ക ആക്രമിക്കുമെന്നുള്ള വാർത്തകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യം വരുന്നു എന്നുള്ള വാർത്തകൾ വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു നിർണായക ചർച്ച ഒരുങ്ങുന്നത്. ഈ ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും യുറേനിയം സമ്പുഷ്ടീകരണം കുറയ്ക്കും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ എന്നാൽ രാജ്യത്തിന് പുറത്തേക്ക് ഇത് നീക്കം ചെയ്യില്ല, മാറ്റില്ല എന്ന നിലപാടാണ്. ഭീഷണിപ്പെടുത്തേണ്ട സാഹചര്യമില്ല, അത്തരത്തിൽ ചർച്ചകളിലൂടെയും മാത്രമാണ് ഈ ഒരു സാഹചര്യത്തെ നേരിടേണ്ടത്. അതല്ലാതെ വെല്ലുവിളികൾ വിലപ്പോകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അലി ഷംഖാനി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഇപ്പോൾ അമേരിക്ക തന്നെ യുദ്ധക്കപ്പലുകൾ തന്നെ പശ്ചിമേഷ്യൻ തീരത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഏത് സമയത്തും യുദ്ധ സാഹചര്യം ഉണ്ടാകാം എന്നുള്ളൊരു വാർത്തകൾ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇവർ തമ്മിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതും. അതേസമയം ഇറാൻ തങ്ങളുടെ നിലപാടിൽ നിന്നും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ഇപ്പോൾ വ്യക്തമായി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച അമേരിക്കയുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കാനിരിക്കെയാണ് ഇറാൻ വീണ്ടും തങ്ങളുടെ പ്രഖ്യാപനം അല്ലെങ്കിൽ തങ്ങളുടെ നിലപാട് അറിയിക്കുന്നത്. വിവരങ്ങളാണ് മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പങ്കുവച്ചത്. മണിപ്പൂരിൽ പുതിയ സർക്കാർ. ബിജെപി നേതാവ് യുംനാം ഖേംചന്ദ് സിംഗ് അടുത്ത മുഖ്യമന്ത്രിയാകും. നിയമസഭാ കക്ഷി നേതാവായി യുംനാം ഖേംചന്ദ് സിംഗിനെ തെരഞ്ഞെടുത്തു. മെയ്തേയ്, കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് ഒരു വർഷമായി തുടരുന്ന രാഷ്ട്രപതി ഭരണം അവസാനിക്കാനിരിക്കെയാണ് പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം. വിനീത വിജയ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിനീതായി സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രപതി ഭരണം ഈ മാസം അവസാനിക്കാനിരിക്കെയാണ്. അതിനിടയിലാണ് ഇങ്ങനെയൊരു തീരുമാനം വന്നിരിക്കുന്നത്. വിവരങ്ങൾ. അമൃത, മെയ്തേയ്, കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം കാരണമാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്നത്. ആ രാഷ്ട്രപതി ഭരണം ഇപ്പോൾ ഒരു വർഷം പിന്നിടുകയാണ്. അതിനിടയിൽ ഈ സർക്കാർ രൂപീകരിക്കണമെന്നുള്ള ആവശ്യം അത് മെയ്തേയ് വിഭാഗം മുന്നോട്ട് വയ്ക്കുകയും പിന്നാലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കൂടിക്കാഴ്ചകളൊക്കെ തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പിന്നീട് ഈ സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യതകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നാലെയാണ് ചില ചർച്ചകളും ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി ആരാകുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുകൊണ്ടുള്ള ചില നിർണായക കൂടിക്കാഴ്ചകൾ
ചർച്ചകളൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നാലെയാണ് ഇന്ന് മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിൽ ചേർന്ന യോഗത്തിൽ നിയമസഭാ കക്ഷി നേതാവായി യുംനാം ഖേംചന്ദ് സിംഗിനെ തെരഞ്ഞെടുത്തത്. യുംനാം ഖേംചന്ദ് സിംഗ് മണിപ്പൂരിലെ അടുത്ത മുഖ്യമന്ത്രിയാകും. സിംഗ്ജൈമ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് അദ്ദേഹം. നേരത്തെ അദ്ദേഹം സ്പീക്കറായും ഒപ്പം തന്നെ മന്ത്രിയായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെയ്തേ കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം കാരണം ഏതാണ്ട് ഒരു വർഷമായി രാഷ്ട്രപതി ഭരണം നിലനിൽക്കുകയായിരുന്നു. ഇതിനിടയിൽ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ചില സാധ്യതകളൊക്കെ തന്നെ മുന്നോട്ടുണ്ടായിരുന്നുവെങ്കിലും ഈ സംഘർഷ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് രാഷ്ട്രപതി ഭരണം പിന്നീട് തുടരുകയും ചെയ്തിരുന്നു. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. മുംബൈ വിമാനത്താവളത്തിൽ വിമാനങ്ങളുടെ ചിറകുകൾ കൂട്ടിമുട്ടി. എയർ ഇന്ത്യ, ഇൻഡിഗോ വിമാനങ്ങളുടെ ചിറകുകളാണ് കൂട്ടിമുട്ടിയത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇത് എപ്പോഴാണ് സംഭവം? അവിടെ എന്താണ് ഉണ്ടായത്? അവിടെ ഇന്നിപ്പോൾ വൈകിട്ട് ഏതാണ്ട് 7 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മുംബൈയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന എയർ ഇന്ത്യ വിമാനം AI2732 എന്ന വിമാനം അത് ടേക്ക് ഓഫിനായി റൺവേയിലേക്ക് നീങ്ങുകയായിരുന്നു. അതേസമയം മറ്റൊരു വിമാനം ഇൻഡിഗോ 6791 എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹൈദരാബാദിൽ നിന്നുള്ള വിമാനം അത് ലാൻഡ് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നതിനിടെയാണ് ഇരു വിമാനങ്ങളുടെയും വലതുവശത്തെ ചിറകുകൾ തമ്മിൽ കൂട്ടിമുട്ടിയത്. ചെറിയ തകരാറുകൾ ഇരു വിമാനങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആർക്കും പരിക്കോ മറ്റോ സംഭവങ്ങളോ ഇല്ല. പക്ഷേ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. അതുകൊണ്ട് ഈ വിമാനങ്ങൾ ബേയിലേക്ക് മാറ്റി അതിന്റെ പരിശോധനകൾ ഇപ്പോൾ നടക്കുകയാണ്. കോയമ്പത്തൂരിലേക്ക് പോവേണ്ട എയർ ഇന്ത്യ വിമാനം അത് തൽക്കാലം ഈ പരിശോധനകൾ കാരണം ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല എന്നതാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. DGCA ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നടത്തുന്നുണ്ട്. മുംബൈയിൽ 2 റൺവേകൾ അത് ഒന്നിന് കുറുകെ മറ്റൊന്നായി നിൽക്കുന്ന തരത്തിലാണ് മുംബൈ വിമാനത്താവളത്തിലെ റൺവേയുടെ ഘടന. ഏത് ദിശയിൽ നിന്നാണ് വിമാനം ലാൻഡ് ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും ഒന്ന് ടേക്ക് ഓഫിന് തയ്യാറായി നിൽക്കുന്ന വിമാനവും മറ്റൊന്ന് ലാൻഡ് ചെയ്ത വിമാനവുമാണ് ഈ തരത്തിൽ ചിറകുകൾ തമ്മിൽ ഉരസിയത്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കുമ്പള ആരിക്കാടി ടോൾ പ്ലാസ അടച്ചുപൂട്ടുമെന്ന് BJP. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഫയലിൽ ഒപ്പുവെച്ചുവെന്നും ഇക്കാര്യം BJP സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചെന്നും ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി. നാളെ സർക്കാർ ഉത്തരവിറങ്ങുമെന്നും ML അശ്വിനി വ്യക്തമാക്കി. ടോൾ പിരിവ് അവസാനിപ്പിച്ചതിൽ കുമ്പളയിൽ BJPയും സംയുക്ത സമരസമിതിയും ആഹ്ലാദ പ്രകടനം നടത്തി. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരുൺ, ഇവിടെ വലിയ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ടോൾ പിരിവ് ഇത് അടച്ചുപൂട്ടുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊരു തീരുമാനമായതാണോ വിഷയത്തിൽ? അമൃത, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കേരളം ഇക്കാര്യം അറിയുന്നത്. കുമ്പള ആരിക്കാടി ടോൾ പ്ലാസ അടച്ചുപൂട്ടാൻ നടപടിയെടുത്ത കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരിക്കും പ്രധാനമന്ത്രിക്കും നന്ദി എന്നാണ് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഫേസ്ബുക്കിലൂടെ കുറിച്ചത്. ഇതിന് പിന്നാലെ BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു എന്ന് പറയുന്നുണ്ട്. ടോൾ പ്ലാസ 48 മണിക്കൂറിനുള്ളിൽ അടച്ചുപൂട്ടും. ആ ഫയലിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഒപ്പുവെച്ചെന്നുകൂടി സൂചിപ്പിച്ചു. നാളെ ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഇറങ്ങുമെന്നും BJP വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഇതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയിരിക്കുകയാണ്. ഒന്ന്, ഈ സമരസമിതിക്ക് നേതൃത്വം നൽകിയ AKM അഷ്റഫ് MLAയും ഈ സമരസമിതിയുടെ വിജയമെന്ന രീതിയിൽ ഈ കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട്. നാളെ നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കെ AKM അഷ്റഫ് MLA നാട്ടിലേക്ക് തിരിച്ചു. ഇതിനെ K. സുരേന്ദ്രൻ നാളെ രാവിലെ 10 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ K. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയായേക്കുമെന്ന വാർത്തകൾ വരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്ക് കൂടി ഉണ്ടായിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കൂടി പോയിരിക്കുന്നു. അമൃത, കുമ്പള ടോൾ പ്ലാസ അടച്ചുപൂട്ടുമെന്നാണ് ഇപ്പോൾ BJP പറയുന്നത്. വിവരങ്ങളാണ് അരുൺ പാറക്കൽ നൽകിയത്. കണ്ണൂർ മാലൂർ പഞ്ചായത്തിൽ ചത്ത കാക്കയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. തൃക്കടാരിപ്പൊയിലാണ് കാക്ക ചത്തുവീണത്. മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ മുന്നറിയിപ്പ് നൽകി. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജീഷ്, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇരിട്ടിയിലും ഇത്തരത്തിൽ ചത്ത കാക്കയ്ക്ക് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമാണോ? നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. മൃഗസംരക്ഷണ ഓഫീസറാണ് നിലവിൽ ഈ ചത്ത കാക്കയിൽ നടത്തിയ പരിശോധനയിൽ അതിൽ പക്ഷിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചത്. H5N1 സ്ഥിരീകരിച്ചതായി ജില്ലാ കളക്ടറെ അറിയിക്കുകയായിരുന്നു.
ഇനി പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളെയും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിനെയും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വൈറസ് ബാധിതരായിട്ടുള്ള പക്ഷികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യരിലേക്കും ഈ പനി പടരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഇരിട്ടിയിലെ ഇടക്കാനത്തായിരുന്നു കാക്കകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയതിനെ തുടർന്ന് ഈ പരിശോധന നടത്തിയത്. അവിടെയും ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. അതിന് ഇപ്പോൾ കൂത്തുപറമ്പ് മാലൂർ പഞ്ചായത്തിലെ തൃക്കടാരി പൊയിലാണ് ഇപ്പോൾ ഈ ചത്ത കാക്കയിൽ നടത്തിയ പരിശോധനയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ശരി, അജേഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇവിടെ ഇന്നത്തെ വാർത്താപ്പുഴ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.